രാജ്യത്ത് സ്വർണത്തിനും വെള്ളിക്കുമൊപ്പം കുതിച്ചുയർന്ന ചെമ്പ് വിലയും. ചെമ്പ് 2009 ശേഷമുള്ള ഏറ്റവും വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ചെമ്പധിഷ്ഠിത വസ്തുക്കളുടെയും വില ഇരട്ടിയായി വർദ്ധിച്ചു. സ്വർണവും വെള്ളിയും റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. ഇപ്പോഴിതാ ഈ മത്സരത്തിലേക്ക് മറ്റ് 2 പേർ കൂടി എത്തിയിരിക്കുകയാണ്. പ്ലാറ്റിനവും ചെമ്പും. പൊന്നിനെയും വെള്ളിയും തകർക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നത്. അതെ, 2025 കൂടുതൽ നേട്ടമുണ്ടാക്കിയ ലോഹങ്ങളിൽ എല്ലാവരുടെയും ശ്രദ്ധ പതിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സ്വർണത്തിലും വെള്ളിയിലുമാണ്. സ്വർണവിലയിലുണ്ടായത് 65% വർധനവാണ്. പക്ഷേ 2025 സിൽവറാണ് മുന്നിൽ. 144% നേട്ടമുണ്ടാക്കിയത്. ഇവ രണ്ടും മാറ്റിവെച്ചാൽ പിന്നീടുള്ളത് ചെമ്പാണ്. ചെമ്പാണ് നേട്ടമുണ്ടാക്കിയ മറ്റൊരു ലോഹമായി കണക്കാക്കപ്പെടുന്നത്. ഈ വർഷം കോപ്പറിന്റെ വില 41% മുന്നേറിയത്. ടണ്ണിന് $12,960 ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ റെക്കോർഡ് വിലയും കുറിച്ചു. 2009 140%-ലധികം വർധനവിന് ശേഷം ഇത്രയും വലിയ നേട്ടം ആദ്യമായാണ് രേഖപ്പെടുത്തുന്നത്. ചെമ്പ് വില വർദ്ധിക്കാനുണ്ടായ കാരണങ്ങൾ നിരവധിയാണ്. അമേരിക്കൻ താരിഫുകളും വിതരണത്തിലെ തടസ്സവും ആഗോളതലത്തിലുണ്ടായേക്കാവുന്ന ക്ഷാമത്തെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് ഈ മാറ്റത്തിന് കാരണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇലക്ട്രിക് വാഹനങ്ങൾക്കും പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്കും ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കാനും പവർ ഗ്രിഡ് നവീകരണം എന്നിവയ്ക്കെല്ലാം വലിയ അളവിൽ ചെമ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെമ്പിന്റെ ഡിമാൻഡും വർദ്ധിച്ചു വരികയാണ്. പുതിയ കോപ്പർ മൈനുകളുടെ വികസനം മന്ദഗതിയിലാണ് നടക്കുന്നത്. ചെമ്പ് വിലയിലുണ്ടായ വർധനവ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.